DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീല വെള്ള റേഷൻ കാർഡുകാർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കുടുംബങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി പരിഗണിച്ചാണ് മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നിങ്ങനെ വിവിധ നിറങ്ങളിലുള്ള റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത്. അതിനാൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് റേഷൻ കാർഡുകളും തരം മാറ്റേണ്ടതുണ്ട്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾ കൈവശമുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ അവർ സ്വയം സന്നദ്ധരായി ആ കാർഡുകൾ തിരികെ നൽകി നീലയോ വെള്ളയോ ആയ APL കാർഡുകളിലേക്ക് മാറാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്തപക്ഷം അനർഹമായി കൈവശം വെച്ച കാലയളവിൽ വാങ്ങിയ റേഷൻ വിഹിതത്തിന് വിപണി വില കണക്കാക്കി പിഴ ഈടാക്കുന്നതാണ്. കൂടാതെ അത്തരം BPL കാർഡുകൾ അധികൃതർ പിടിച്ചെടുക്കുകയും ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ആ കുടുംബങ്ങളെ വെള്ള കാർഡ് വിഭാഗത്തിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യും. അതുപോലെ നീലവെള്ള റേഷൻ കാർഡുള്ളവർ BPL റേഷൻ കാർഡായ പിങ്ക് കാർഡിന് അർഹരാണെങ്കിൽ സർക്കാർ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷിച്ച് BPL റേഷൻ കാർഡിലേക്ക് മാറേണ്ടതാണ്. നിലവിൽ പുതിയ റേഷൻ കാർഡ് അനുവദിക്കുമ്പോൾ എല്ലാവർക്കും വെള്ള റേഷൻ കാർഡാണ് നൽകുന്നത്. പിന്നീട് പിങ്ക് റേഷൻ കാർഡിൽ ഒഴിവ് വരുന്നതനുസരിച്ച് അർഹതയുള്ളവർക്ക് അപേക്ഷ ക്ഷണിച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കുന്നതാണ് സംസ്ഥാനത്തെ നിലവിലെ രീതി. ഓരോ സംസ്ഥാനത്തെയും മുൻഗണനാ വിഭാഗം കാർഡുകളുടെ എണ്ണത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയുകയില്ല. അതിനാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങൾ മുൻഗണനാ കാർഡ് തിരികെ നൽകി പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് മാറുന്ന ഒഴിവുകളും അതോടൊപ്പം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അനർഹരുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാർഡുകളുടെയും ഒഴിവിലേക്കാണ് വർഷത്തിൽ പലതവണ പൊതുവിഭാഗം നീലവെള്ള റേഷൻ കാർഡുകാരിൽ നിന്നും മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത്. ഈ അവസരത്തിൽ അപേക്ഷ വയ്ക്കുന്ന നീലവെള്ള റേഷൻ കാർഡിലെ അർഹർക്ക് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിക്കും. പിങ്ക് റേഷൻ കാർഡുകൾ ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്നത് കൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യവും ലഭിക്കും. കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതമുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും മാസം തോറും സൗജന്യ കുടിവെള്ളം, വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പുകളും പോലുള്ളവ ലഭിക്കുന്നതിനും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ആവശ്യമാണ്. ഇപ്പോൾ നീലവെള്ള റേഷൻ കാർഡുകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനായി സംസ്ഥാന സർക്കാർ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണ അപേക്ഷിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചിരുന്നു. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് നോക്കാം. സർക്കാർ, പൊതുമേഖല, സഹകരണ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവിടെ നിന്നും വിരമിച്ച സർവീസ് പെൻഷനർമാരോ അംഗങ്ങളായുള്ള കുടുംബങ്ങൾക്ക് BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ അർഹതയില്ല. കൂടാതെ പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ പുരയിടമുള്ളവർ, ആദായനികുതി അടക്കുന്നവർ, ഏക ഉപജീവനമാർഗമല്ലാത്ത 4 ചക്ര വാഹനമുള്ളവർ എന്നിവർക്കും മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിന് അപേക്ഷിക്കാനാവില്ല. മുകളിൽ പറഞ്ഞ നിബന്ധനകളിൽ ഉൾപ്പെടാത്ത നീലവെള്ള കാർഡുടമകൾക്ക് ആവശ്യമായ രേഖകൾ സഹിതം മുൻഗണനാ കാർഡിനായി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖമുള്ളവർ, അതായത് ക്യാൻസർ, എയ്ഡ്സ്, വൃക്കരോഗം, ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങളുള്ളവർ, അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളവർ, നിരാലംബരായ വിധവകൾ, സർക്കാരിൻ്റെ കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവശർ, കിടപ്പ് രോഗികൾ എന്നിവരുടെ അപേക്ഷകൾക്കാണ് പ്രഥമ പരിഗണന ലഭിക്കുക. കൂടാതെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾക്കനുസരിച്ച് ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമേ പിന്നീട് കാർഡ് മാറ്റുന്നതിന് പരിഗണിക്കുകയുള്ളൂ. അർഹതയുള്ള നീലവെള്ള കാർഡുകാർ വീടിൻ്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം, സ്ഥലത്തിൻ്റെ ഏറ്റവും പുതുതായി അടച്ച നികുതി രസീത്, പഞ്ചായത്ത് സെക്രട്ടറിയുടെ BPL സാക്ഷ്യപത്രം, വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ഭവന നിർമ്മാണ പദ്ധതി വഴി ലഭിച്ചവർ, ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ, വൈദ്യുതി, കുടിവെള്ള കക്കൂസ് എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രവും, പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ്, മാരക രോഗങ്ങളുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി, സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി ഫെബ്രുവരി 13 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അത്തരത്തിലധികം വൈകാതെ തന്നെ വരും മാസങ്ങളിൽ BPL റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. നിലവിൽ സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കുറവ് ഭക്ഷ്യവിഹിതങ്ങൾ ലഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് 35 കിലോ അരിയും പിങ്ക് റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ വീതം അരിയും ഗോതമ്പും ഉൾപ്പെടെ എല്ലാ മാസവും സൗജന്യമായി ലഭിക്കുമ്പോൾ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലും, വെള്ള കാർഡിന് ആകെ 2 കിലോ അരി
കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത്. ഒരു കുടുംബത്തിന് ഈ വിഹിതം തീരെ മതിയാവുകയില്ല. അതിനാൽ തന്നെ അർഹതയുള്ള നീലവെള്ള കാർഡുകാർ BPL കാർഡിലേക്ക് മാറുന്നതിനായി ഫെബ്രുവരി 13 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.